ഈ അടുത്ത കാലത്ത് ജേർണലിസം ചെയ്യുന്ന സ്ത്രീകളെ പൊതുസമൂഹം എങ്ങനെയാണ് ഡീൽ ചെയ്തത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഒരു ഇമ്മീഡിയറ്റ് പ്രൊവക്കേഷൻ ഉണ്ടാവുക നമ്മളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നതിനകത്ത്. നമുക്കറിയാം, മാധ്യമ രംഗത്ത് എന്ന് മാത്രമല്ല പൊതുവെ സ്ത്രീകളോട് പൊതുസമൂഹം ഇടപെടുന്ന രീതി, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലുള്ള അത്തരം പ്ലാറ്റ്ഫോംസിൽ സ്ത്രീകളെ നേരിടുന്ന ഒരു രീതിക്ക് വന്നിട്ടുള്ള ഒരു മാറ്റങ്ങൾ നമ്മൾ വളരെ ഭയാനകമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു സമൂഹത്തിൻ്റെ മാറ്റം തന്നെയാണ്. ഒരു കാലത്ത് ഇടതുപക്ഷം എന്ന് ആയിരുന്നു നമ്മുടെ പൊതുമാധ്യമ സ്വഭാവം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. മാധ്യമങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അത്തരത്തിലൊരു ജനാധിപത്യ സ്പേസിൽ, ഇടതുപക്ഷ സ്പേസിൽ നിന്നുകൊണ്ടാണ്, തീർച്ചയായിട്ടും അതിന് എബറേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്തരം ഒരു സ്പേസിൽ നിന്നുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ സമൂഹത്തിൽ ഇടപെട്ടിട്ടുള്ളത്, രാഷ്ട്രീയത്തിൽ, പൊതുസമൂഹത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ളത് ഈ ഒരു ലെഫ്റ്റ് സ്പേസിൽ നിന്നുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ അതിൻ്റെ ഐഡിയോളജി, അതിൻ്റെ പൊളിറ്റിക്സ്, അതിൻ്റെ മൂലധനം ഉൾപ്പെടെ വലതുപക്ഷത്തേക്ക് പല പല രീതിയിൽ പൊതുസമൂഹത്തിന് വന്ന മാറ്റം പോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അതിൻ്റെ ക്യാപിറ്റൽ മാറുന്ന സമയത്ത്, അതിൻ്റെ പൊളിറ്റിക്കൽ ഇക്കോണമി മാറുന്ന സമയത്ത് അത് അതിൻ്റെ എഡിറ്റോറിയലിലും റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. അത് തന്നെയാണ് പൊതുസമൂഹം നമ്മളോടുള്ള ഇടപെടലുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹം വലതുപക്ഷത്തേക്ക് മാറുമ്പോഴാണ്, അത് തീവ്രമായി കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അവരെ ഡീൽ ചെയ്യുന്ന രീതിയിലും വ്യത്യാസം വരുന്നത്. നമുക്കറിയാം, ഈ സമീപകാലത്ത് കൃത്യമായി ഷിത നേരിട്ട ഒരു വിഷയം. ഞാൻ ആദ്യം ഇവരെ പരിചയപ്പെടുത്താം. ഷിത മീഡിയ വണ്ട റിപ്പോർട്ടറാണ്. അപർണ റിപ്പോർട്ടർ TV-യുടെ മുഖമായിരുന്ന ആളാണ്. അവിടെ നിന്ന് കലഹിച്ചിറങ്ങി പോകുന്നതാണ്. സൂര്യയും ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ, സുരേഷ് ഗോപിയോടായതിൻ്റെ പേരിൽ ഒരുപാട് അറ്റാക്കുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പലതരത്തിലെ കലഹങ്ങളിൽ കൂടി ഇപ്പം തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന 3 പേരാണ് ഇരിക്കുന്നത്. ഷിത, നമുക്കറിയാം, നമ്മളതിൻ്റെ വീഡിയോ കണ്ടതാണ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന BJP-യുടെ സ്ഥാനാർത്ഥിയാവുമെന്ന് കരുതുന്ന തീവ്ര വലതുപക്ഷ BJP അനുയായിയായിട്ടുള്ള, അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനായി ജനിക്കണം എന്ന് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അദ്ദേഹമാണ് ഒരു പ്രസ് മീറ്റിൽ വെച്ചിട്ട് ഷിതയോട് അപമര്യാദയായിട്ട് പെരുമാറിയത്. അപമര്യാദയായിട്ട് പെരുമാറുമെന്ന് വെച്ചാൽ കൃത്യമായ പാട്രിയാർക്കി അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, കൃത്യമായ ആൺബോധം അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, അധികാരം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ അധികാരം വലതുപക്ഷ അധികാരം തന്നെയാണ്. അത് രാഷ്ട്രീയമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊരു വൺ ടു വൺ വ്യക്തിപരമായിട്ടുള്ള ഒരു ഡീലായിരുന്നില്ല. അത് കൃത്യമായ, നീ ആരാണ് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ എന്നുള്ള ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ ചോദിച്ച, അത് വലതുപക്ഷ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചോദിച്ച ചോദ്യം തന്നെയായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്ന് ഷിത നേരിട്ട സൈബർ അറ്റാക്ക് ഉണ്ട്. അതിപ്പോഴും തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിരന്തരമായ അവഹേളനങ്ങൾ, അത് സൈബർ സ്പേസിൽ നിന്നല്ല, പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരു പുരുഷനും നേരിടേണ്ടി വരാറില്ല സ്ത്രീകൾ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ എന്നുള്ളതാണ് അതിനകത്തൊരു വലിയ വിഷയം. സ്ത്രീകളാണ് ഈ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തെ നിങ്ങൾ ആദ്യം കാണും. സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഏറ്റവും അവസാനമേ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെയും അവരുടെ ബുദ്ധിയെയും അവരുടെ മനസ്സിനെയും കാണും. നിങ്ങൾ ആദ്യം കാണുന്നത് ശരീരത്തെയായത്. അതുകൊണ്ടാണ് എല്ലാത്തരം സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളൊക്കെ അശ്ലീലമായി പോകുന്നതും ലൈംഗിക ചുവയുള്ളതായി പോകുന്നതും. നിങ്ങളൊന്നിനും കൊള്ളില്ലാന്നും, നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്നും, നിങ്ങൾക്ക് മനസ്സില്ലാന്നും, നിങ്ങൾക്ക് ചിന്തകളില്ലാമെന്നും തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് പറ്റാവുന്നത് ലൈംഗികത മാത്രമാണ് എന്ന് സ്ഥാപിക്കാനാണ് ഓരോ അറ്റാക്ക് ചെയ്യുന്ന സ്ത്രീകളോടും ഇവിടുത്തെ വലതുപക്ഷ പൊതുസമൂഹം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യം. അതിനകത്ത് പുരുഷബോധം മാത്രമല്ല, ആ പുരുഷബോധം വലതുപക്ഷത്തിൻ്റെതാണെന്നും കൂടിയാണ് അതിനകത്ത് കൃത്യമായ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്നും കൂടിയാണ് എനിക്ക് ഊന്നി പറയാനുള്ളത്. ഇപ്പോഴും ഷിത അത് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഷിതയ്ക്കിടെ ജീവിതം, നേരത്തെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അതിനു മുൻപും ശേഷവും എന്നുള്ള രീതിയിൽ മാറിപ്പോയി എന്ന്. നോക്കൂ, എത്ര എളുപ്പത്തിലാണ് ഒരൊറ്റ ആക്ടിൻ്റെ പുറത്ത്, അതിനകത്തൊരു പരാതി ഉണ്ടായിരുന്നു എന്നതിൻ്റെ പുറത്ത്, അതിനൊരു കേസ് കൊടുത്തിരുന്നു എന്നതിൻ്റെ പുറകിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പകുത്ത് കളഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കണം. അവർക്ക് അവരുടെ സൈബർ സ്പേസിൽ ഇടപെടാൻ പറ്റുന്നില്ല, അവരുടെ വ്യക്തിജീവിതം സുഗമമായി നേരത്തെ ജീവിച്ചിരുന്നത് പോലെ ജീവിക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥ മുഴുവൻ നിലനിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഷിത അത് കൂടുതൽ വിശദമാക്കും. എങ്ങനെയാണ് ഈ മുന്നിലേക്കും പിന്നിലേക്കുമായി ആ ഇൻസിഡൻറ്റിന് ശേഷം മാറിപ്പോയത് ജീവിതം? വ്യക്തിജീവിതം എങ്ങനെ മാറി എന്നുള്ളത് ചോദിച്ചാൽ
ഞാൻ ഭയങ്കരമായിട്ട് പറന്നു നടക്കുന്ന ഒരാളായിരുന്നു. ചിലപ്പോൾ എൻ്റെ സംസാരം ഒട്ടും ആർട്ടിഫിഷ്യൽ ആയിരിക്കും കേട്ടോ. ഞാൻ സാധാരണ സംസാരിക്കുന്ന നിങ്ങളോടൊക്കെ സംസാരിക്കുന്നവരെയൊക്കെ സംസാരിക്കുക, ഒരു പരിപാടിക്ക് വന്നതുപോലെ ആയിരിക്കില്ല. അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഞാൻ തന്നെ ഉൾവലിയാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് ഇതുകൊണ്ട് ഉണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞ ഒരാളായി മാറി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉൾവലിയുന്നതെന്ന് ആളുകൾ ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല. എന്തിനാണ് ഞാൻ അതിലും ഉള്ളോട്ട് പോകുന്നത്, ഞാൻ എന്താ പഴയതുപോലെ ആകാത്തതെന്ന് ചോദിക്കുന്നതിൽ എനിക്ക് മറുപടിയൊന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ലാതായി മാറിയെടുത്തുനിന്ന് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് മാറി, ഞാൻ പഴയ സ്ഥിതിയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കാം. ഒരു സംഭവം, ഞാൻ ഒരു ജോലി ചെയ്യാൻ പോയ സ്ഥലത്ത് നിന്ന് എനിക്കുണ്ടായ ഒരു അപമാനമാണ്. ഞാനതിനെ നേരിട്ടു. എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഏത് രീതിയിൽ എനിക്കത് പ്രകടിപ്പിക്കാൻ പറ്റുമോ അത് ഞാൻ അവിടെ പ്രകടിപ്പിച്ച ഒരാളാണ്. അപ്പോഴും എന്നോട് പലരും ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ എന്നോട് ചോദിക്കാതെ എനിക്കൊപ്പമുണ്ട് എന്ന് പറയുകയും, പക്ഷേ മറ്റു പലയിടങ്ങളിലും പലരും ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം, നീ എന്താ അപ്പോൾ പ്രതികരിക്കാതിരുന്നെന്നാ? നിങ്ങൾക്കെല്ലാം ആ വിഷയം അറിയുണ്ടാവും, ഞാനത് കൂടുതൽ പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് നീ അപ്പോൾ അത് പറഞ്ഞില്ല എന്നുള്ളതാണ്, എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിച്ചില്ല. പക്ഷേ എനിക്ക് അവിടെ ഏറ്റവും മര്യാദയോടുകൂടിയും ഏറ്റവും ഞാൻ ജോലി ചെയ്യാൻ പോയതാണ്, ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ എന്നുള്ള വ്യക്തിക്കൊപ്പം തന്നെ ഞാൻ ആ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി എന്നുള്ള ഒരു ഡിഗ്നിറ്റി കൂടെ ഞാൻ അവിടെ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് എൻ്റെ മനസ്സിൽ തന്നെ പല പിടിവലി നടന്നൊരു സംഭവം കൂടിയാണ്. അതിൽ എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ളൊരു പ്രതികരണമാണ് ഞാൻ നടത്തിയത്. അതിനുശേഷം ഞാൻ അതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോയതാണ്. പിന്നീടാണ് ഈ സംഭവമൊക്കെ കഴിഞ്ഞ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിലെന്ന് പറയാകുന്ന, അല്ലെങ്കിൽ ഒട്ടും സഭ്യമല്ലാത്ത രീതിയിൽ എന്നെ അപമാനിക്കുകയായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയ, എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്നതിന് ശേഷം ഇന്ന് വരെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തില്ല. ഞാൻ ഒട്ടും മാറി നിന്നിട്ടേ ഇല്ല. അതിൽ ഞാൻ എൻ്റെ വാർത്തകൾ ഇടാറുണ്ട്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടാറുണ്ട്, എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ മനസ്സമാധാനം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നത്. എനിക്ക് എൻ്റെ ഫാമിലിക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളുണ്ട്. വീട്ടിൽ അച്ഛൻ, അമ്മ, എല്ലാവരും എൻ്റെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് മാത്രമായിരുന്നില്ല, എന്നെ മാത്രമായിരുന്നില്ല, എൻ്റെ ഫാമിലിയെ മൊത്തം അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ, അത് സംഘടിതമായ രീതിയിൽ ഒരു അറ്റാക്കിങ് നേരിട്ട് കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോഴും തുടരുന്നുണ്ട്, പല രീതിയിലായി തുടരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വാർത്ത ചെയ്യുമ്പോൾ ഏത് വാർത്തയായിക്കോട്ടെ, എൻ്റെ ഒരു വാർത്തയുടെ ലിങ്ക് നമ്മുടെ ചാനലിൽ വരികയാണെങ്കിൽ അതിൻ്റെ അടിയിൽ നിങ്ങളൊക്കെ ആ കമൻ്റ് ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴും എങ്ങനെയാണ് അത് തുടരുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പൊതു ഇടത്തിൽ ഒരു സ്ത്രീ ഒരു ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ തനിക്കുണ്ടായിരിക്കുന്ന ഒരു അനീതിയെ നേരിട്ട് കഴിഞ്ഞാൽ, അത് അവൾ എങ്ങനെ നേരിടുന്നു എന്നുള്ള, എങ്ങനെയെങ്കിലും നേരിട്ട് കഴിഞ്ഞാൽ അവൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു അറ്റാക്ക് എന്ന് പറയുന്ന ഈ രീതിയിലാണ്. ബോഡി ഷെയ്മിങ് ഞാൻ തമാശയായിട്ട് എപ്പോഴെല്ലാം പറയാറുണ്ട്. നമ്മൾ കുട്ടിക്കാലം മുതലേ, പണ്ട് നാട്ടിൻപുറത്തൊക്കെ നമ്മൾ ജീവിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം, നമ്മുടെ നിറത്തിൻ്റെ പേരിലൊക്കെ പണ്ടൊക്കെ പറയാറുണ്ട്. അന്നൊന്നും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആളുകൾക്ക് ഒട്ടും ഉണ്ടായിരുന്നൊരു കാലമല്ല. പക്ഷെ അന്ന് മുതലേ അനുഭവിച്ച ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ നിറവും എന്നെ പറയുന്നതും എൻ്റെ രൂപത്തെ പറയുന്നതൊന്നും എനിക്ക് ബാധിക്കാറില്ല. പക്ഷെ ആ രീതിയിലുള്ള ഒരു അറ്റാക്കിങ് വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം, എൻ്റെ അച്ഛൻ അതിൽ അറ്റാക്കിങ് നേരിട്ടു എന്നുള്ളതാണ്. അപ്പം എന്തായാലും ഒരു മാധ്യമങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ മെയിൻ സ്ട്രീം മീഡിയ എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒട്ടും സ്ത്രീകൾക്ക് സുഖകരമല്ലാത്ത രീതിയിലാണ് കടന്നു പോകുന്നതെന്നാണ് എനിക്കിപ്പം പറയാനുള്ളത്. ബാക്കി നമുക്ക് വഴിയെ സംസാരിക്കുന്ന കൂട്ടത്തിൽ. ഈ അറ്റാക്ക് ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ അവർക്കിത് എഴുതിയാൽ മാത്രം പോരാ, അത് നമ്മൾ കാണണമെന്നും കൂടി നിർബന്ധമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ കമൻറ്റിൻ്റെ അടിയിലും നമ്മളെ മെൻഷൻ ചെയ്യും. അത് നമ്മളിങ്ങനെ, ഞങ്ങൾ എഴുതിയത് മാത്രമല്ല, നിങ്ങളത് കാണൂ, നിങ്ങൾ കണ്ടിട്ട് വിഷമിക്കൂ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥവും കൂടെ. അതിൻ്റെ തുടർച്ചയാണ് സൂര്യ നേരിട്ടത്. അതേ വ്യക്തി തന്നെയാണ്, അതേ വ്യക്തി മറ്റൊരു കോണ്ടെക്സ്റ്റിൽ വരുന്നു. അവർ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഷിതയെ മറ്റൊരു തരത്തിൽ പറഞ്ഞും പറയാതെയും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് മറ്റൊരു റിപ്പോർട്ടിംഗ് സ്ഥലത്ത് വെച്ച് സൂര്യ എന്തിനാണ് ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദ്യം ചെയ്യുന്നു. അതൊരു സ്വാഭാവികമായ ഐക്യദാർഢ്യപ്പെടലായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കൂടെ ഒരു തൊഴിലിടം എന്ന നിലയിൽ, ഒരു സഹജീവി എന്ന നിലയിൽ, ഒരു വർഗബോധമുള്ള ഒരാൾ സ്വാഭാവികമായും ചെയ്യുന്ന, അന്ന് ഷിത നേരിട്ടപ്പോൾ ആ വർഗബോധം പ്രകടിപ്പിച്ചില്ല കൂടെയുള്ളവർ എന്നുള്ളത് മറ്റൊരു വിഷയം. വേറൊരു കോണ്ടെക്സ്റ്റിൽ അവരത് ചോദ്യം ചെയ്യുന്നു. അതിനോട്
ഷൗട്ട് ചെയ്യാണ്. അതേ പാട്രിയാർക്കിയെ 100 ഇരട്ടിയാക്കിക്കൊണ്ട്, അതേ അധികാരബോധത്തെ 100 ഇരട്ടിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അതേ സുരേഷ് ഗോപി സൂര്യയെയും ദേഷ്യപ്പെടുക ചെയ്തത്. അതിന് ശേഷം ഉണ്ടായ സൂര്യയുടെ അനുഭവവും ഷിതയുടേതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് മാത്രമല്ല, കുറച്ചുകൂടി കടന്നുകൊണ്ട് അന്ന് ഷിതയുടെ സ്ഥാപനം കൂടെ നിന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റൊരു അവസരത്തിൽ സൂര്യയ്ക്ക് ആ പിന്തുണയും കിട്ടിയിട്ടില്ല. സ്ഥാപനം ആ രീതിയിൽ പിന്തുണയ്ക്കുകയോ കൂടെ നിൽക്കുകയോ ചെയ്തില്ല. അവസാനം അവർ നമ്മൾ ഒരു ഫേസ്ബുക്കിൽ തന്നെ രാജിക്കത്ത് എഴുതി പുറത്തു വരേണ്ട ഒരു അവസ്ഥ സൂര്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സൂര്യ നേരിട്ട കാര്യങ്ങളെക്കുറിച്ച് സൂര്യ തന്നെ സംസാരിക്കും. എല്ലാവരും ഈ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം വിചാരിച്ചത് ഞാനും ഷിത ചേച്ചിയെയും CPM പാർട്ടി പറഞ്ഞിട്ട് സുരേഷ് ഗോപിനെ അറ്റാക്ക് ചെയ്യാൻ കൊണ്ട് എത്തിച്ച 2 പേരെന്നാണ്. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ പരസ്പരം നേരിട്ട് കാണുന്നത് അല്ലേ? ഞങ്ങൾ ഇതുവരെയായിട്ടും ഇതിന് മുന്നേ സംസാരിച്ചിട്ടില്ല. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് ഷിത ചേച്ചി എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നേരിട്ട് കാണാത്ത ഒരാൾ, ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഞാനന്ന് സംസാരിച്ചത് ഷിത ചേച്ചി ഉയർത്തിയത് അവരുടെ ഒരു ശബ്ദമാണ്. ആ ശബ്ദത്തെ അയാൾ നിസ്സാരവൽക്കരിക്കാൻ നോക്കുമ്പോൾ ഞാൻ അവിടെ ആ ഒരു ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ അവരുടെ ഭാഗത്താണ് തെറ്റുണ്ടാവുക. അല്ലെങ്കിൽ ഷിത ചേച്ചി ആ ഒരു സമയം റിയാക്ട് ചെയ്തത് വെറുതെ ഒരു ആളാവാൻ വേണ്ടിയെന്ന് മാത്രമാണ് സമൂഹം കരുതുക. എൻ്റെ ഒരു ശബ്ദം ഉയരാത്തത് കൊണ്ട് മാത്രം അവർ ചെയ്തത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനെന്നാ ശബ്ദം ഉയർത്തിയത്. എനിക്കറിയാം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാരൊന്നും സപ്പോർട്ട് ചെയ്യില്ല എന്ന് എനിക്ക് അത്രയും ഉറപ്പുണ്ടായിട്ട് തന്നെയായിരുന്നു ഞാൻ ആ ശബ്ദം ഉയർത്തിയത്. അതിനുശേഷവും ഞാൻ നേരിട്ട സൈബർ അറ്റാക്കുകളൊക്കെ വളരെയധികം കൂടുതലാണ്. കാരണം ഞാൻ സിനിമയിൽ മാത്രം കണ്ട ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടമായി. ആ ഒരു മനുഷ്യനാണ് എൻ്റെ മുഖത്ത് അത്രയും ഭീകരമായ രൂപം കൊണ്ട് കണ്ണ് തുറപ്പിച്ച ആളാവരുത് എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇത്രയാ, അയാൾ ഇത്രയാ. എൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, സൂര്യ നീ അല്ലാണ്ട് വേറെ ആരെങ്കിലാണ് അവിടെ പേടിച്ച് കരഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അത്രയധികം നമുക്ക് പേടിക്കുന്ന രൂപത്തിലാണ്. ഞാൻ അയാളുടെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ആ ഒരു സമയം ധൈര്യം കിട്ടി, ഞാൻ നിന്നു. ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള മീഡിയാസിലെ പുരുഷന്മാരെല്ലാവരും അവിടെ ഉണ്ടായി. ഒന്ന് നിർത്തൂ, ആ കുട്ടീനെ ഇത്ര അറ്റാക്ക് ചെയ്യല്ലേ എന്നെങ്കിലും അവർക്ക് പറയാമായിരുന്നു. ഒരാൾ പോലും പറഞ്ഞില്ല. ഞാൻ അതിനുശേഷം അവിടെ ഞാൻ റിയാക്ട് ചെയ്തു. ഞാൻ നേരെ എൻ്റെ കാറിൽ വന്നിരുന്നു. ഞാൻ കരയായിരുന്നു. കാരണം അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ചാനൽ എൻ്റെ കൂടി ഉണ്ടാവുമോ, ഇനി ഞാൻ നേരിടാൻ പോകുന്ന സൈബർ അറ്റാക്ക്, ഇതൊന്നും ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടില്ല. ആ സമയത്ത് എൻ്റെ മുന്നിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് തന്നെയാണ് ശരി. കാരണം പല വേദികളിലായി അയാൾ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുകയാണ്. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഷിതയുടെ ഭാഗത്താണ് തെറ്റെന്ന് സ്ഥാപിക്കാൻ ഉള്ളൊരു ശ്രമങ്ങളായിരുന്നു അയാൾ പല വേദികളിലായി നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയം ഞാൻ റിയാക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ കാറിൽ പോയിരുന്ന് കരയാണ്. ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. പിന്നീട് പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ BJPയുടെ ഇവിടുത്തെ തൃശ്ശൂരിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. തൃശ്ശൂർ ജില്ലാ ഗ്രൂപ്പ് തന്നെ ഒഴിവാക്കി. ഇവിടുത്തെ ഒരു തൃശ്ശൂർ ജില്ല ഒരു മെമ്പറായ ഒരു പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, കുറച്ചെങ്കിലും നാണം വേണം സൂര്യ എന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ ബ്ലോക്ക് ചെയ്തു പോയി. പേര് ഞാൻ പറയുന്നില്ല. പിറ്റേ ദിവസം MT രമേശിനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്നോട് ഓഫീസിൽ നിന്ന് പറഞ്ഞു, സൂര്യ എന്തായാലും പോകണം. ഞാൻ പറഞ്ഞു പോകാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. കാരണം അന്ന് രാത്രി മുതൽ തന്നെ ഭയങ്കരമായിട്ടുള്ള സൈബർ ട്രോളുകളും, ഞാൻ ഇടതുപക്ഷമാണ്, ഞാനൊരു പാർട്ടി മെമ്പർ പോലും അല്ല, ഞാൻ SFI ആണ്, ഞാൻ DYFI ആണ്, ഞാൻ ഇതിലൊന്നും ഒരു സംഘടനാ പ്രവർത്തനത്തിൽ പോലും ഉണ്ടായിട്ടില്ല. ആ ഒരു രീതിയിലുള്ള ഒരിക്കലും പക്ഷം പിടിച്ച് മാധ്യമ പ്രവർത്തനം ചെയ്യണമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷത്തിൻ്റെ ഭാഗമാക്കി അതുകൊണ്ടാണ് ഞാൻ അയാളെ വിമർശിച്ചത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അപ്പം അതിനുശേഷം ഞാൻ നേരിട്ട സൈബർ ആക്രമണങ്ങൾ വളരെയധികം കൂടുതലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ MT രമേശിൻ്റെ ഒരു പ്രസ് മീറ്റ് കവർ ചെയ്യാൻ പോകുന്നു. MT രമേശ് ഞാൻ എൻ്റെ കൂടെ മറ്റ് പുരുഷന്മാരെല്ലാവരും ഉണ്ട്. ആ ദിവസത്തിന് ശേഷം നമ്മൾ പിന്നെ ഈ പിറ്റേ ദിവസം ഈ പ്രസ് മീറ്റിനാണ് കാണുന്നത്. ഒരാൾ പോലും എൻ്റെ അടുത്ത് വന്ന് സൂര്യ നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചില്ല. ഒരാൾ പോലും ചോദിച്ചില്ല. എനിക്ക് തോന്നുന്നു മീഡിയ വൺ ലാസ്റ്റ് എന്നോട് ചോദിച്ചു. പക്ഷേ പുള്ളിയുടേതായ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ MT രമേശിനോട് ഞാൻ ആരെങ്കിലും ഒരാൾ ഇന്നലെ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ചോദിക്കുമെന്ന് വിചാരിച്ചു. ഒരാൾ പോലും ചോദിച്ചില്ല. ഞാനും ചോദിച്ചില്ല. ഞാൻ വെയിറ്റ് ചെയ്തു, ആരെങ്കിലും ഒരാൾ ചോദിക്കട്ടെ. അവസാനം മീഡിയ വണ്ണിലെ പ്രതിനിധിയാണ് MT രമേശിനോട് ഈ സുരേഷ് ഗോപിയുടെ ഇഷ്യൂ ചോദിക്കുന്നത്. പുള്ളി വീണ്ടും അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനാണ് ആ ഒരു ഇഷ്യൂ നേരിട്ടത്, എനിക്കറിയാം എത്രത്തോളം ആണെന്ന്. അപ്പോൾ അവിടെ BJPയുടെ ജില്ലാ പ്രതിനിധികൾ എല്ലാവരും തന്നെ എന്നെ
കളിയാക്കി പുച്ഛിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. ഇവളേതാ, ഒരു പെണ്ണാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒരു പെണ്ണിന് റൈറ്റ് ഇല്ല ഇങ്ങനെയൊക്കെ പറയാനെന്നുള്ള രീതിയിലാണ് അവർ ഓരോരുത്തരുടെയും മുഖത്ത് എനിക്ക് വായിച്ചെടുക്കുക. അത്രത്തോളം പുച്ഛമായിരുന്നു അവരുടെ മുന്നിൽ. അന്ന് ഇവിടെ ഇന്ത്യൻ എക്സ്പ്രസ്സിലുണ്ടായ ഗോപിക എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടർ ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രസ് മീറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി അന്നാണ് ഞാൻ ഈ പാനിക് അറ്റാക്ക് ഒക്കെ എന്താണെന്ന് മനസ്സിലാവുന്നത്. എനിക്കത് എങ്ങനെയാണ്, നമുക്ക് ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയുന്നില്ല. എൻ്റെ ചാനൽ എൻ്റെ കൂടെ സപ്പോർട്ടിന് ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്, ഞാനെന്തോ ആളാവാൻ വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു സ്ത്രീ അവരുടെ തൊഴിലിടത്തിൽ അനുഭവിച്ച ഒരു പ്രശ്നം, അതിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അല്ലാതെ ഞാൻ അവിടെ ചെയ്തത് ഷോ ഓഫ് ആയിരുന്നില്ല. അത് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള റിപ്പോർട്ടറിൽ സ്ത്രീകളുണ്ട് എഡിറ്റോറിയൽ ബോർഡിൽ, ആ സ്ത്രീകൾക്ക് പോലും മനസ്സിലായില്ല എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ ഒരു മാസം അവിടെ എങ്ങനെയായിരിക്കും അവരുടെ റിയാക്ഷൻ എന്ന് അറിയാൻ വേണ്ടി ഒരു മാസം ഞാൻ അവിടെ ജോലി ചെയ്തു. അത്രയധികം പ്രതികാര നടപടികളായിരുന്നു അവരെന്നോട് ചെയ്തത്. അത്രയും കാലം എന്നെ സൂര്യ ഫുഡ് കഴിച്ചു എന്ന് വിളിച്ച് ചോദിക്കുന്ന എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്നോട് സൂര്യ ഓക്കെ ആണോ എന്ന് പോലും ചോദിച്ചില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന ഓരോ വാർത്തയിലും കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി. എന്നെ അധികം ലൈവ് ഫ്രെയിമിൽ വരുത്താതിരിക്കാൻ ശ്രമിച്ചു. ഞാൻ 2-3 പ്രാവശ്യം അവരോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, സൂര്യ ഇത് ശരിയാവില്ല, കാരണം നമ്മുടെ ഒരു ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ഒരു BJPയുടെ ഒരു സ്വഭാവത്തിൽ വരുന്നതാണ്. ഒരു BJP രാഷ്ട്രീയമാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വിമർശിച്ചാൽ മാത്രമേ ഇവിടെ മീഡിയക്ക് സ്പേസ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സൂര്യയെ അക്കോമഡേറ്റ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിത് അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാജിക്കത്ത് നേരത്തെ കൂട്ടി ഞാൻ തയ്യാറാക്കി വന്നതെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ രാജിക്കത്ത് വലിച്ചെറിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപർണേച്ചിക്ക് അറിയാം കൂടുതലും റിപ്പോർട്ടറിൽ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ. അത്രത്തോളം ഞാൻ അനുഭവിച്ചു. ഞാൻ എന്തോ വല്ല പാർട്ടി കുടുംബത്തിൽ ആരോ ആണ് എന്ന രീതിയിലാണ് അവർ സംസാരിച്ച്. ഇതുവരെ ആയിട്ടൊരു പാർട്ടി മെമ്പർ പോലും അല്ല. പല ഓൺലൈൻ ചാനലുകൾ, കർമ്മ ന്യൂസ് ആയാലും മറുനാടനായാലും എന്നെ ടാർഗറ്റ് ചെയ്ത രീതി, എന്നെ അത്ര അധികം ബോഡി ഷെയിം ചെയ്തു. എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എൻ്റെ പഴയ ഫോട്ടോകൾ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പമുള്ള ഫോട്ടോകളൊക്കെ വെച്ച് അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ പോക്ക് കേസാണെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലൊരു ടാർഗറ്റിംഗ് ആയിരുന്നു. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ്. കാരണം വളരെയധികം നാട്ടിൻപുറത്തുനിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് ഈ മകളെക്കുറിച്ച് ഇങ്ങനെ ഡെയിലി ഓൺലൈൻ ചാനലിൽ ഇങ്ങനെയൊക്കെ വാർത്ത വരുന്നുണ്ട്, എന്താണ് സംഭവം എന്ന് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. നാട്ടിലുള്ള BJPക്കാരാണെങ്കിൽ എൻ്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, മകള് നാട്ടിൽ കാലുത്തി അപ്പം കാല് വെട്ടുന്നൊക്കെ. അപ്പം അത്രയധികം ഒരു ഭീകരാവസ്ഥയാണ് എനിക്ക് ഉണ്ടായത്. അപ്പോൾ ബാക്കി ഇനി അപർണയിച്ച് പറയുമല്ലേ. സൂര്യ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാവുന്ന ഒരു കാര്യം, എങ്ങനെയാണ് രാഷ്ട്രീയവും മതവും അതിൻ്റെ മൂലധനവും തമ്മിലുള്ള ബന്ധം എന്ന് വളരെ കൃത്യമായിട്ട് ആ പറച്ചിലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഇത് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയയ്ക്ക് പൊതുവായി വന്നിട്ടുള്ളൊരു മാറ്റവും കൂടിയിട്ടാണ്. എങ്ങനെയാണ് മൊത്തം മാധ്യമങ്ങളുടെ വരുതിയിലാക്കാൻ പലതരത്തിൽ ഒരു തീവ്ര വലതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ, ആ ഒരു രാഷ്ട്രീയം, ആ ഒരു മതരാഷ്ട്രീയം, ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയം, കൃത്യമായിട്ട് തന്നെ പറഞ്ഞു പോകണം, ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയം എങ്ങനെയാണ് ഇവിടുത്തെ മീഡിയയെ മൊത്തം കൈപ്പിടിയിലാക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് നോർത്ത് ഇന്ത്യയിലും ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ വളരെ വിസിബിളായി വളരെ പച്ചയ്ക്ക് തന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. കേരളത്തിൽ ഇത് സംഭവിക്കില്ല എന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല, കേരളത്തിലും വളരെ സൂക്ഷ്മമായും വളരെ വിസിബിളായും കൊണ്ടും ഇരിക്കുകയാണ്. ഇപ്പോൾ സൂക്ഷ്മമായിട്ട് നടത്തുന്ന ഇൻവേഷൻ വളരെ കൃത്യമായിട്ട് കുറേ കാലമായിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. അത് വിസിബിലിറ്റിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടവും കൂടിയിട്ടാണിത്. നമുക്കറിയാം ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ചാനൽ എങ്ങനെയാണ് കേരളത്തിൽ സംഘപരിവാറിൻ്റെ പ്രൊപ്പഗാൻഡ മീഡിയ ആയിട്ട് പ്രവർത്തിക്കുന്നതെന്നറിയാം. സൂര്യ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്തിനാണ് റിപ്പോർട്ടർ TV ഈ രൂപത്തിൽ, ഈ ഭാവത്തിൽ എങ്ങനെ അവതരിക്കുന്നു എന്ന്, എന്താണ് അതിൻ്റെ അവതാര ഉദ്ദേശം എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ അപർണ അതിനകത്ത് നിന്ന് മാറിപ്പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മൂലധനം തന്നെയാണ് പ്രശ്നം. അത് ആരുടെ മൂലധനമാണ് എന്നുള്ളത് നമ്മുടെ മീഡിയയുടെ പൊതു സ്വഭാവത്തെ നിയന്ത്രിക്കാനും അടുത്ത ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമല്ല, ആ ഒരു സാംസ്കാരിക പരിസരം, ആ ഒരു സാമൂഹ്യ പരിസരമെല്ലാം സൃഷ്ടിക്കാൻ കൃത്യമായി ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയം ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മീഡിയയിൽ കൃത്യമായി വളരെ വിസിബിളായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങളുടെ നിറം. അതിനപവാദമായി വളരെ കുറച്ച് മാധ്യമങ്ങളെ നിലനിൽക്കുന്നുള്ളൂ എന്ന് വളരെ ദുഃഖത്തോടു കൂടി തന്നെ നിരാശയോടും കൂടി തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അപർണ റിപ്പോർട്ടിൽ നിന്ന് പോകുന്നത് എന്നുകൂടി നമുക്ക് കേൾക്കാം. പലതവണ പറഞ്ഞ കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ മനല ചേച്ചി പറഞ്ഞു, ഷിത സംസാരിച്ചു, സൂര്യ സംസാരിച്ചു, ഇവരൊക്കെ
സംസാരിക്കുമ്പോൾ ഇവിടെ ഒക്കെ തന്നെയും വില്ലനായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഭരണകൂടം എങ്ങനെയാണ് മാധ്യമങ്ങളെ കൈപ്പിടിയിലാക്കുന്നത് എന്നുള്ളത്, കേരളത്തിൽ സാഫ്രണൈസേഷൻ, കാവ്യവൽക്കരണം എങ്ങനെയാണ് മാധ്യമങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഇരകളാണ് ഈ പറഞ്ഞ ഷിതയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ സൂര്യയാണെങ്കിലും ഒക്കെ. ഇപ്പം റിപ്പോർട്ടറിൻ്റെ കാര്യം പറഞ്ഞാൽ 2011 റിപ്പോർട്ടർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ടറിൽ ജോയിൻ ചെയ്ത 2-3 പേർ കൂടി ഇവിടെയുണ്ട്. ഒന്ന് സഫ്രാസ് എന്ന് പറയുന്നത് പഴയ സഹപ്രവർത്തകനാണ്, അഞ്ജു നേഷൻ എന്ന് പറയുന്നത് പഴയ സഹപ്രവർത്തകയാണ്. 2 പേരെ ഞാനിവിടെ കണ്ടു. അപ്പോൾ ഇവർക്കും അറിയാൻ കഴിയും. കാരണം റിപ്പോർട്ടർ വരുന്നത് വിപ്ലവം ഏകവചനമല്ല എന്ന ഒരു ടാഗ് ലൈനോട് കൂടിയാണ് റിപ്പോർട്ടർ വരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് അന്നത്തെ ആ സമയത്ത്, അതായത് 2011 റിപ്പോർട്ടർ വരുന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന കുറേ നിർദ്ദേശങ്ങളുണ്ട്. അതിലൊന്ന്, ഒരു റിപ്പോർട്ടർമാരും ഒരു പുരസ്കാരങ്ങളും ഒരു ഉപഹാരങ്ങളും ആരിൽ നിന്നും കൈപ്പറ്റാൻ പാടില്ല. വളരെ എത്തിക്കലായാണ്, അതായത് ജേർണലിസത്തിൻ്റെ എത്തിക്സ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സ്ഥാപനം വരുന്നത്. ആ സ്ഥാപനത്തിൽ പലതരത്തിലുള്ള വിയോജിപ്പുകൾ പല കാര്യങ്ങളിലുമുണ്ട്. ഈ തൊഴിലാളി ചൂഷണം ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും തൊഴിലാളി ചൂഷണം, ഈ പറയുന്ന സ്ത്രീപക്ഷ മാധ്യമ പ്രവർത്തനത്തോടും സ്ത്രീകളോടും ഉണ്ടായിരുന്ന ഒരു ഇരട്ടത്താപ്പ്, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ മാധ്യമ പ്രവർത്തനത്തെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ കാവ്യവൽക്കരണത്തിന് ഇങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ടോ ആയിരുന്നില്ല റിപ്പോർട്ടറിൻ്റെ മാധ്യമ സംസ്കാരം ഈ കഴിഞ്ഞ 2023 വരെ, 2023 ഫെബ്രുവരി വരെ. 2023 ഫെബ്രുവരിയോടുകൂടി പുതിയ മാനേജ്മെൻറ്റ് റിപ്പോർട്ടർ ചാനലിൽ വരുന്നു. സ്വാഭാവികമായും ഞങ്ങളോട് ആരോടും നിലവിലെ ആ സമയത്തെ മേധാവിയായിരുന്ന ഞങ്ങളുടെയൊക്കെ തലപ്പത്തുണ്ടായിരുന്ന എം വി നികേഷ് കുമാർ പറയുന്നില്ല പുതിയ കൈമാറ്റം നടന്നിട്ടുണ്ടോ, എന്താണ് സംഭവം, ഇതൊന്നും ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ തൊട്ടു പിന്നാലെ 2-3 പേർ കയറി വരുന്നു. ഇനി മുതൽ ഞങ്ങളാണ് റിപ്പോർട്ടർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നു. സ്വാഭാവികമായും ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. പക്ഷേ അപ്പോഴും എം വി നികേഷ് കുമാറിനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഉത്തരം, ഏറ്റവും മിനിമം അന്ന് അവിടെ ഉണ്ടായിരുന്ന 2-3 പേർ ഇദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ എല്ലാ ക്രൈസിസിലും കൂടെ ഉണ്ടായിരുന്ന മനുഷ്യരാണ്, അവരോട് പോലും വ്യക്തമാക്കാൻ തയ്യാറാകാതെ ഇദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 2023 മാർച്ച് സമയത്താണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിൾ, അത് തുടർച്ചയായുള്ള ആർട്ടിക്കിൾസ് ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ടറിൽ പ്രസിദ്ധീകരിക്കണം എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അതിൽ സുനിൽ പി ഇളയിടത്തിൻ്റേത് ഉൾപ്പെടെയുള്ള ആർട്ടിക്കിൾസ്, ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നു. നമുക്കത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രവും അതിൻ്റെ ഈ കാലഘട്ടത്തിലെ റെലവൻസിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ നന്നായി സംസാരിക്കാൻ കഴിയുന്ന മനുഷ്യരാണ് അവരൊക്കെ. പക്ഷെ പെട്ടെന്നാണ് ആ ലിസ്റ്റിൽ ഞാനൊരു പേര് കാണുന്നത്, നന്ദകുമാർ, RSSൻ്റെ കേരള ചീഫ്. ഞാൻ ചോദിച്ചു, അല്ല ഈ വൈക്കം സത്യാഗ്രഹം RSSുമായിട്ട് എന്താ ബന്ധം? ഇത് സമ്മതിക്കില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഈ ആർട്ടിക്കിൾ റിപ്പോർട്ടറിൻ്റെ വെബിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കില്ല എന്ന് തന്നെയാണ് ഞാനത് പറയുന്നത്. അത് പറയുന്നത് ഉണ്ണി ബാലകൃഷ്ണനോടും അനിൽ ഐരൂർ എന്ന് പറയുന്ന നിരവരാവരുടെ വൈസ് പ്രസിഡന്റിനോടുമാണ്, ഗ്രൂപ്പ് പ്രസിഡന്റിനോടുമാണ് പറയുന്നത്. ഈ ആർട്ടിക്കിൾ റിപ്പോർട്ടറിൽ പ്രസിദ്ധീകരിക്കില്ല. അവരതിൽ ജന്മഭൂമിയിലോ കേസരിയിലോ അവർക്ക് പ്രസിദ്ധീകരിക്കാം, പക്ഷേ റിപ്പോർട്ടറിൻ്റെ വെബിൽ ആ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കില്ല. പ്രസിദ്ധീകരിക്കുന്ന നിമിഷം ഞാൻ രാജിവെക്കും. ആ രാജിവെക്കുന്നത് നിങ്ങൾക്ക് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് കൃത്യമായി തന്നെ അതൊരു ത്രെട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമായും ആ ആർട്ടിക്കിൾ അത് ത്രെട്ടിൻ്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ ആ സമയത്ത് അവർ ആ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. നന്ദകുമാറിൻ്റെ ആർട്ടിക്കിൾ അവിടെ തമസ്കരിക്കപ്പെട്ടു. തൊട്ടു പിന്നാലെ ഒരു ഫേക്ക് വാർത്ത റിപ്പോർട്ടർ പ്രസിദ്ധീകരിക്കുന്നു. അത് പൂർണ്ണമായും BJPക്ക് അനുകൂലമായ ഒരു വാർത്തയാണ്. അത് DYFI സംസ്ഥാന സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. സ്വാഭാവികമായിട്ടും VK സനോജ് വിളിച്ചിട്ട് സംസാരിക്കുന്നു. എന്താണ് പറഞ്ഞത്, എന്താ ഈ പ്രശ്നം ഉണ്ടാവുന്നത്, ഇങ്ങനെ പറ്റില്ല, ഇങ്ങനെ റിപ്പോർട്ടർ ഒരു RSS പാതയിൽ പോകുന്നു എന്നുള്ള വാർത്തകൾ ഞങ്ങൾ കേട്ടിരുന്നു, പക്ഷേ സംഭവം സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അന്ന് ആ സമയത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ്, പക്ഷേ ഞാൻ നേരെ തിരിച്ച് ഓഫീസിലേക്ക് എത്തി. അവിടെ ഇരുന്നു കൊണ്ട് ആ വാർത്ത റിമൂവ് ചെയ്യുമ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടറിൽ ഈ പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ 2 പ്രതിനിധികളുണ്ട്. ഈ പറഞ്ഞതുപോലെ MV നികേഷ് കുമാറുണ്ട്. അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല ആ സമയത്ത്. ഈ പറയുന്ന ചില നിലവിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് അവിടെ ഡെസ്കിലുണ്ട്. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ആ വെബിൽ നിന്ന് ആ വാർത്ത റിമൂവ് ചെയ്യുകയും ആ പറഞ്ഞ പ്രോംപ്റ്റർ, അതായത് ഈ വാർത്ത വായിക്കുന്നത് പ്രോംപ്റ്റർ എന്നൊരു സംവിധാനത്തിൽ നമ്മൾ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രോംപ്റ്ററിലേക്ക് ഞാൻ ഇങ്ങനൊരു വാർത്ത കൊടുത്തതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് വായിപ്പിക്കുകയും ചെയ്തിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. എന്തായാലും രാജിവെക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ പോയിരുന്നു ആ സമയത്തോടുകൂടി. എന്താ വരുന്നത് വെച്ചാൽ നോക്കാം എന്ന്. തൊട്ടു പിന്നാലെ മാനേജ്മെൻറ്റിൽ നിന്നൊരാൾ വിളിക്കുന്നു. അതിഭീകരമായ ഭീഷണി വെച്ചാൽ എന്നെ കൊന്നുകളയും. സത്യം പറഞ്ഞാൽ അതാണ് ഭീഷണി. അതായത് ഈ പ്രായത്തിൻ്റെ തിളപ്പ് കാണിച്ചിട്ട് കാര്യമില്ല.
കൊന്നുകളയും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഭീഷണിയാണോ, എങ്ങനെ വേണേലും എടുക്കാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഉള്ളത്. അപ്പോൾ അവരും ഇത് കേൾക്കുന്നുണ്ട്, ഫോണിൽ ഈ സംഭാഷണം അവരും കേൾക്കുന്നുണ്ട്. അപ്പം വീട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് പേടി ഉണ്ടാവുമല്ലോ, അവർ ഇത്രയും നാൾ വളർത്തിയ കുട്ടി മരിച്ചു പോവുമോ, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ഒരു നൊട്ടോറിയസ് ആണ് എന്തെങ്കിലും പറ്റുമോ എന്നറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു അതാ ഇനി ഓഫീസിൽ പോകണോ, ഇനി റിപ്പോർട്ടിലേക്ക് പോകണോ? ഇല്ല, എൻ്റെ ഒരു തീരുമാനം ആ സമയത്തും അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇവർ എത്ര ദിവസം ഇങ്ങനെ പോവും നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ PM മാതിര, KK ഷാഹിനെയൊക്കെ. അപ്പോൾ പറഞ്ഞു നിനക്ക് അവിടെ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, രാജിവെക്കുന്നതായിരിക്കും ഉചിതം എന്ന രീതിയിൽ പറയുമ്പോൾ ഞാൻ അപ്പോഴും ആതിര ശിശുവോടൊക്കെ പറയുന്നത് ഇല്ല, അത് ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു. തൊട്ട് പിന്നാലെയാണ് ഇവരുടെ ഒരു ക്യാമ്പ് വെക്കുന്നത്. ക്യാമ്പ് വെക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ഇവരുടെ ഫണ്ട് എവിടെ നിന്നാണ്, ഇത്രയും വലിയ ആഘോഷം നടത്താനുള്ള ഫണ്ട് എവിടെ നിന്നാണ്. അപ്പോൾ അന്ന് 380 പേരുള്ള ആ ഒരു മീറ്റിങ്ങിൽ തന്നെ ഞാൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, നിങ്ങളുടെ ഫണ്ട് എന്താണ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പണം ലഭിച്ചത് എന്ന് ചോദിച്ചതിന് അവർ അടുത്ത ദിവസം ഒരു സ്ലൈഡ് ഇട്ട് കാണിച്ചു, ഒരു എംറാജ് ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ. എന്നിട്ട് അവസാന ദിവസം അപ്പോൾ എനിക്ക് കൺവിൻസിങ്ങേ അല്ല. അത് മാത്രമല്ല, അതിനിടയിലൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. P. രാജീവും K. സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ഈ ക്യാമ്പിൽ ഞങ്ങൾക്ക് അതിഥികളായി വരികയും ഈ പറഞ്ഞതുപോലെ അവിടെ BJPയുടേതായ രീതിയിൽ ഒരു ആംഗിൾ സൃഷ്ടിക്കപ്പെടുകയും അതിനെ ആ സമയത്ത് ഞാൻ കയറി ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യുകയും തുടർന്ന് തൊട്ടു പിന്നാലെ അനിലൈരൂർ എന്നെ വിളിക്കുകയും അനിലൈരൂർ എന്നെ വിളിച്ചിട്ട് പറയുന്നു, അപർണ ഈ പറയുന്നത് പോലെ അപർണ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അപർണയ്ക്ക്. ഞാൻ പറഞ്ഞു ആ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചോളാം, പക്ഷേ നിങ്ങൾ പറയുന്ന വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അപർണയ്ക്ക് എന്താ രാജിവെക്കണം എന്നാണോ? ഞാൻ പറഞ്ഞു നിങ്ങൾ രാജി ആവശ്യപ്പെടും, ഞാൻ അപ്പോൾ തന്നെ രാജി തരാം, ഒരു പ്രശ്നമില്ല എന്ന് ഞാൻ പറയുന്നു. അന്ന് ഈ പറയുന്നതില്ല BJPക്ക് അനുകൂലമായ ഒരു സംഭവം അവിടെ സംവിധാനം ഒരുക്കുന്ന സമയത്ത് P. രാജീവ് പറഞ്ഞു, അപർണ ഇതിനു മുൻപ് റിപ്പോർട്ടിൽ ചെയ്തിരുന്നത് പോലത്തെ ചർച്ച ഇനി ഈ മാനേജ്മെന്റ് ഇരിക്കുന്ന സമയത്ത് നടത്തുമ്പോൾ നമുക്ക് സംസാരിക്കാം വീണ്ടും എന്ന് P. രാജീവ് ആ സമയത്ത് തന്നെ അവിടെ ഇരുന്നു, മന്ത്രി P. രാജീവ് ആ സമയത്ത് തന്നെ അവിടെ ഇരുന്ന് ആ ക്യാമ്പിൽ പറയുന്നു. ആ ക്യാമ്പ് കഴിയുന്നതിന് തൊട്ട് മുൻപ് മാനേജിംഗ് ഡയറക്ടറായ ആൻഡോ അഗസ്റ്റിൻ എന്നെ വിളിച്ച് വേദിയിലേക്ക് നിർത്തി ചോദിക്കുന്നു, എന്താണ് അപർണയുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം, തീരുമാനമല്ല എന്താണ് ഇപ്പം ഞങ്ങളെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? കാരണം ആ സമയത്ത് അവിടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ, കോർഡിനേറ്റിംഗ് എഡിറ്ററൊക്കെ ഇങ്ങനെ ആൻഡോ ഈ വീടിൻ്റെ ഐശ്വര്യം, അതായത് ഈ മാംഗോ കള്ളന്മാർ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ ദിവസവും എല്ലാ നിമിഷവും. അപ്പോൾ അതുവരെ അവർക്ക് വേണ്ടി അനുകൂലമായ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, ഞങ്ങൾ കുറച്ച് പേർ. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് 100% ആശങ്കയോടുകൂടിയാണ് ഞാൻ വന്നത്, അതേ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകുന്നതും എന്ന് പറഞ്ഞു. സ്വാഭാവികമായും പിന്നീട് പലതരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നു. അതിനിടയിൽ ഞാൻ പൂർണ്ണമായും എന്നെ വീഡിയോ ഷൂട്ടൊക്കെ നടത്തിയിരുന്നു, അതായത് പോസ്റ്റർ ഷൂട്ടൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന P. രാജീവുമായുള്ള ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ഉണ്ടായതിൻ്റെ തൊട്ട് പിന്നാലെ ഞാൻ ഈ പോസ്റ്ററുകളിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ നേരെ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ നിലപാടുകൾ എന്താണ്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ ആ നിലപാടുകളുമായി എന്തായാലും എൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥയല്ല. എനിക്ക് ശ്രീ M. നികേഷ് കുമാറിനോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഈ പറയുന്നത് പോലെ റിപ്പോർട്ടർ TVയെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ എനിക്കിതിൽ തുടരാൻ താല്പര്യമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ അപർണയുടെ ഇഷ്ടം പോലെ, ഓക്കെ ശരി എന്ന് പറയുന്നു. ID കാർഡ് ഊരി ആളുടെ മുഖത്ത് എറിഞ്ഞു കൊടുക്കുന്നു, രാജിക്കത്തും കൊടുത്ത് ഇറങ്ങിപ്പോരുന്നു. ആ സമയത്ത് ഇറങ്ങിപ്പോരുന്ന അവസ്ഥയിൽ ഞാൻ അരുൺകുമാറിനെ കാണുന്നു. അരുൺകുമാറിനോട് പറയുന്നു, ഞാൻ രാജിവെച്ചിട്ടുണ്ട്, ഞാൻ ഇനി റിപ്പോർട്ടറിൻ്റെ ഭാഗമായിരിക്കില്ല. പക്ഷേ ഞാൻ അരുൺകുമാറിനോട് ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അഭിമാനമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ ഈ പറയുന്ന പ്രസ്ഥാനത്തെ പൂർണ്ണമായും BJPയുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്ന് പറയുന്നു. പുള്ളി വളരെ നിസ്സംഗമായി എന്നെ ഇങ്ങനെ വളരെ മനോഹരമായി നോക്കിയിരുന്നു. ഞാൻ ഇറങ്ങിപ്പോന്നു. ഇതാണ് റിപ്പോർട്ടറിൽ എനിക്ക്, അതായത് 2011 മുതൽ 2023 വരെ ഒരു വീട് വിട്ടിറങ്ങുന്ന പ്രശ്നം എനിക്കുണ്ടായിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പിന്നീട് മറ്റൊരു ഓൺലൈൻ സ്ഥാപനത്തിൻ്റെ ഭാഗമായി, ഓൺലൈൻ സ്ഥാപനം ഇപ്പോൾ ആരംഭിച്ച് അതുമായി മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ തന്നെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഘി ഗ്രൂപ്പുകളൊക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു കേട്ടോ. എൻ്റെ രാജി എന്ന് സംഘി ഗ്രൂപ്പുകളൊക്കെ ആഘോഷിക്കുകയും ഇപ്പോഴും ഞാൻ ചെയ്യുന്ന ഈ വീഡിയോടൊക്കെ താഴെ വരുന്നത് ഈ തരത്തിൽ പറഞ്ഞ പോലെ. പക്ഷേ ഈ പറഞ്ഞൊരു വലിയ സൈബർ ലിഞ്ചിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇനി അത് ശീലമായതുകൊണ്ടാണ്, ന്യൂ നോം എന്നൊക്കെ പറയുന്ന പോലെ ശീലമായതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്കത് വലിയ ആക്രമണമായിട്ടൊന്നും തോന്നാത്തത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഈ ഭയങ്കര ഈ പറഞ്ഞതുപോലെ പോക്ക് കേസ്, വെടി, കഴിഞ്ഞ നല്ലൊരു രസമുള്ള വാക്കായിരുന്നു വെടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ കേസ് കൊടുക്കണോ, ഞാൻ വിചാരിച്ചു കേസ് കൊടുത്ത് ഇവനെയൊക്കെ ഞാനായിട്ട് ആളാക്കേണ്ട കാര്യമുണ്ടോ, അപ്പോൾ അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് വിട്ട് നിൽക്കുന്ന ആളാണ്. അതായത് ഞങ്ങളുടെ വീഡിയോസിൻ്റെ താഴെ എടുത്ത് നോക്കിയാൽ അറിയാം, റിപ്പോർട്ടറിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ കമ്മിയാണ് പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും എൻ്റെ സ്റ്റഡീസ് പുറത്തായിരുന്നു. അപ്പോൾ ഞാൻ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഭാഗമായിരുന്നില്ല, ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നില്ല.
വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ എടുക്കുന്ന രാഷ്ട്രീയമൊക്കെ പ്രശ്നമാണെന്നേ. ഞാൻ ഇവരോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് രാഷ്ട്രീയം ഉണ്ടാവും, അത് എനിക്ക് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ലീഗിൻ്റെയും രാഷ്ട്രീയം എനിക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ RSSൻ്റെ രാഷ്ട്രീയം അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. RSSൻ്റെ രാഷ്ട്രീയം അംഗീകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാനും ഉദ്ദേശിക്കുന്നില്ല. അത് ഉറപ്പാണ്. കൃത്യമാണ് കാര്യങ്ങൾ. എങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എങ്ങനെയാണ് ക്യാപിറ്റൽ ഇതിനകത്ത് ഇടപെടുന്നത് എന്ന് തന്നെയാണ് അപർണയും വ്യക്തമാക്കിയത്. ഈ സൈബർ ലിഞ്ചിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ ഒറ്റ കാര്യം കൂടെ, ഇപ്പോൾ വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടാതിരിക്കുന്ന സമയത്ത് നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നില്ലേ എന്ന് സ്വയം സംശയം തോന്നുന്ന ഒരു, അല്ല അങ്ങനെ പോയാൽ പറ്റില്ല, കുറച്ചും കൂടി അഗ്രസീവായിട്ട് നമ്മൾ ജേർണലിസം ചെയ്യണം എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മളെല്ലാം മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റും കൂടി അതിന് ബാക്കിയുള്ളൂ. ഇൻട്രാക്റ്റീവ് മോഡിൽ പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്.